ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്, ട്രാവൽ വ്ളോഗാണ്. ഇടയ്ക്ക് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചത് കട്ടായി പോകുന്നു കേട്ടോ. അപ്പം ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊത്തിരി ഞാൻ മോസ്റ്റ് മെമ്മറബിളായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇത്. കാരണം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മളൊരു ട്രിപ്പ് അതിന് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചാൽ കേട്ടോ, ട്രിപ്പ് പോണ കാര്യമൊക്കെ. അപ്പം ആ ട്രിപ്പ് നമ്മൾ നല്ല മഴയുണ്ട്. ഓക്കെ, ട്രിപ്പ് നമ്മൾ പോവാണ്. ഇത് ഇൻട്രോ എടുക്കുന്നത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം കേട്ടോ. കാരണം ഇൻട്രോ എടുത്തിട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയിലായിരുന്നു, വൈകുന്നേരം ഒക്കെ ഒരു സമയത്തൊരു 6:30-7 മണി ഒരു സമയത്തായിരുന്നു നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. സോ അപ്പം അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങൾ വീഡിയോ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒത്തിരി ലാഗാക്കുന്നില്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇവിടെ വെച്ച് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ രാത്രിയിലാണ് ഇറങ്ങിയത്. കാരണം രാത്രിയിലാണ് ഡ്യൂട്ടിയും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രിയായപ്പോഴാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഒത്തിരി കാണാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒത്തിരി രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഒത്തിരി എടുക്കണമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ചായയും ഒരു ഓംലെറ്റും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിയൊക്കെ, വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, ശനിയാഴ്ച വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെത്തി. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷായി നമ്മളൊരു ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന് റെഡിയായി നമ്മുടെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. സ്വെറ്ററും വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പാണ്, നല്ല മഴയുണ്ട്, നല്ല മഞ്ഞുണ്ട്, നല്ല സുഖമായിരുന്നു. യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഇറങ്ങി കൂടുതലായിട്ട് ട്രാവൽ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. കണ്ടോ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു, കാണാനൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. ആ മഞ്ഞത്തൊരു ചായ പതിവാണല്ലോ നമുക്ക്. അപ്പോൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഫ്രഷപ്പായിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ ആരും അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഒത്തിരി തിരക്കോ അല്ലെങ്കിൽ ഒത്തിരി സൗണ്ടോ നോയ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഇതൊരു തേയിലയുടെ ഫാക്ടറി കേട്ടോ. കയറാനൊന്നും പറ്റിയില്ല, നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്ത് പോവാണ്. മഴ ആയതുകൊണ്ട് ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം മഴയത്ത് വന്ന് എൻജോയ് ചെയ്തു എന്ന് വേണേൽ പറയാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല കാറ്റായിരുന്നു. പിന്നെ നമ്മൾ ചോളമൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക, ഇതൊരു ആദ്യം കാണിച്ചൊരു സ്ഥലം കേട്ടോ. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. കുടയൊക്കെ പിടിച്ച് നിൽക്കുന്ന നല്ല മഴയായതുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ കുറച്ച് നേരം കിടന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു, കുറച്ച് നേരം ഹായ് ബൈ ഒക്കെ പറഞ്ഞു. ഒരാൾ കാര്യമായിട്ട് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഇരിക്കുന്നു. എങ്ങനെ നമ്മുടെ വണ്ടിയുടെ പുറത്തേക്ക് കയറാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. അങ്ങനെ നമ്മളത് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വരാനായിട്ടുള്ള ഒരു സമയമായി. അങ്ങനെ നമ്മൾ തിരിച്ച് ഫസ്റ്റ് ഡേ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊരു ഭാഗമായിട്ട് കാണുന്നത്. നമ്മൾ 2 ദിവസത്തെ സ്റ്റേക്കായിട്ടാണ് പോയത്. അതായത് ശനി ഞായർ
ഞായറാഴ്ച നമ്മൾ ഒരു ആഫ്റ്റർനൂണൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോന്നു. സാറ്റർഡേ ഫുള്ള് നമ്മൾ കറങ്ങി കേട്ടോ. രാത്രിയായപ്പോഴാണ് നമ്മൾ റൂമിലെത്തിയത്. വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല പോയത്, എന്നാലും നല്ലതായിരുന്നു. പിന്നെ മാങ്ങ, പൈനാപ്പിൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ ഇതൊക്കെ കഴിച്ചു. മഴയായതുകൊണ്ട് നല്ല ബ്ലോക്കും ആയതുകൊണ്ടും തണുപ്പത്ത് സ്വെറ്ററൊക്കെ ഇട്ട് വണ്ടിക്കകത്ത് ഇരിപ്പാണ്. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു എന്ന് വേണേൽ പറയാം കേട്ടോ. അങ്ങനെ ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷെ നല്ല കാറ്റായിരുന്നു, ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. മൂന്നാറിൽ പൊതുവേ തണുപ്പാണല്ലോ. അങ്ങനെ നമുക്ക് തിരിച്ച് പോരാൻ സമയമായി. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നൊരു റൂം. അത്യാവശ്യം നല്ല റൂമായിരുന്നു. നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എങ്കിലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.